أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് ആഫിർ അല്ലെങ്കിൽ മൂമിൻ 82-ാമത്തെ വചനം. അല്ലാഹു തആല മനുഷ്യർക്കായി ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എണ്ണി പറഞ്ഞ് അതിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാം അംഗീകരിക്കാവുന്ന അനുഗ്രഹങ്ങളാണ് അള്ളാഹു മനുഷ്യർക്ക് ഈ ലോകത്ത് ചെയ്തു വെച്ചുള്ള അനുഗ്രഹങ്ങൾ. ശേഷം അല്ലാഹു തആല പറയുന്നു, അഫലം യസീറു ഫിൽ അർളി, എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഫയൻറുറു, എന്നിട്ട് അവർ നോക്കിക്കാണുന്നില്ലേ? കൈഫ കാന, എങ്ങനെ ആയിരുന്നു ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തെ സംബന്ധിച്ച് ഞാൻ സ്വല്പം വിശദീകരണം നൽകുന്നുണ്ട്. ശേഷം കാനു, അവർ ആയിരുന്നു, അക്സറ മിൻഹും, ഇവരെക്കാൾ വളരെയധികം ഉള്ളവരായിരുന്നു. വശദ്ദ ഖുവ, ഊക്കിൽ കഠിനന്മാരുമായിരുന്നു, ശക്തന്മാരുമായിരുന്നു. വഹാറം ഫിൽ അർളി, അവരെ ഭൂമിയിൽ വിട്ടേച്ചു പോയിട്ടുള്ള ആധാറുകൾ എന്തായിരുന്നു, അവശിഷ്ടങ്ങളും എന്തായിരുന്നു, വളരെയധികം കാഠിന്യമുള്ളവായിരുന്നു, ശക്തമായിരുന്നു. കമാ അഗ്ന അൻഹും, അവർക്ക് എന്ത് ചെയ്യില്ല, അവരെ ധന്യമാക്കിയില്ല, അവർക്ക് ഉപകാരപ്പെട്ടില്ല. മാ ഖാനു യക്സിബൂൻ, അവർ പ്രവൃത്തി വെച്ചത് അല്ലെങ്കിൽ സമ്പാദിച്ചു വെച്ചുകൊണ്ടൊന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. പാടെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അവർ ഊക്കുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ടോ അവരുടെ എണ്ണത്തിൻ്റെ വർധന കൊണ്ടോ ഒന്നും തന്നെ അവർക്ക് എന്തല്ല ഇവിടെ പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളതാണ് ഒരു പാഠം നൽകുകയാണ്. ആർക്ക്? മക്കയിലെ മുശ്രിക്കുകളോടാണ് പ്രതിപാദിക്കുന്നത്. അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്ന നോക്കില്ലേ, എത്ര രാജ്യക്കാരെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു, പല ശക്തി കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹു ശിക്ഷ നടപടി ഇറങ്ങിയപ്പോൾ അവർ രക്ഷപ്പെടാനായില്ല. അതുകൊണ്ട് നിങ്ങളെയും എന്താണ് നശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് വേണം, അള്ളാഹുവിൻ്റെ ഉത്ബോധങ്ങളിലേക്ക്, പ്രവാചകൻ കൊണ്ടുവന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വരണം, അത് സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് എന്നൊരു താക്കീത് നൽകിക്കൊണ്ടാണ് അള്ളാഹു തആല ഇക്കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമുക്കും വളരെയധികം പാഠങ്ങളുണ്ട്. എന്തുകൊണ്ട് അവർ നശിപ്പിച്ചു, അതാണ് എന്തിനാണ് അവർ നശിപ്പിച്ചത്, അവിടേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒരുപാട് രാജ്യക്കാരെ അല്ലാഹു തആല നശിപ്പിച്ചല്ലോ. ആ നശിപ്പിച്ചതിൽ എന്തുണ്ട്? ഇന്ന ഫീ ദാലിക ലിദ്ക്റ, നിശ്ചയമായ അതിൽ നിങ്ങൾക്ക് എന്ത് ഉത്ബോധനമുണ്ട്, സ്മരണകളുണ്ട് എന്ന സൂറത്ത് ഖാഫിൽ കുറേ ആളുകളെ നശിപ്പിച്ചതിന് ശേഷം പറയുകയുണ്ടായി. അവർക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക്, ചെവി കൊടുത്ത് കേൾക്കുന്നവർക്ക് എന്നുള്ള സൂറത്ത് ഹാഖി പറഞ്ഞു 12-ാമത്തെ വചനം. ലിനജഅലഹാ ലക്കും തദിക്റ ഉദ്നുവായ, അവിടെ അങ്ങനെ പറഞ്ഞു. അതൊരു ഉത്ബോധനമായും കൊണ്ടാണ്. എന്താണ് ഉത്ബോധനം? അല്ലാഹു തആല മനുഷ്യരോടൊക്കെ തന്നെ എന്ത് ചെയ്ത് നൽകിയിട്ടുണ്ട്. പ്രവാചകനാണ് മുഖേന ആരാധനകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. നേർച്ചകളും വഴിപാടുകളും അതേപോലെ സഹായപ്പെടുത്തലുകളും പാപമോചന തേട്ടങ്ങളൊക്കെ തന്നെ അള്ളാഹുവിനോടായിരിക്കണം. അതൊക്കെ ആരാധനകളാകുന്നു. വൈബിയ നിലക്കുള്ള മനുഷ്യ സാധാരണമായിട്ട് അല്ലാത്ത പ്രാർത്ഥനകൾ, സഹായാഭ്യർത്ഥനകൾ ഒക്കെ തന്നെ എന്താവുന്നു, അത് ആരാധനകളാവുന്നു. ആരാധിക്കുന്ന അള്ളാഹു ആവുന്നു. അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കരുത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ള കാലയളവിൽ അയക്കപ്പെട്ട പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മക്കയിൽ കഅബാലയത്തിൽ തന്നെ പല മഹാന്മാരുടെയും ബിംബങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ബിംബങ്ങൾ കല്ലുകളോടല്ല
ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഭൂരിപക്ഷ സമൂഹം പറയും, പണ്ഡിതന്മാർ പറയും, അത് കല്ലുകളോടല്ലേ അവർ ചോദിച്ചിരുന്നത്, ബിംബാരാധനയല്ലേ പറ്റിയില്ലേ പറയുന്നത്, അത് ഞങ്ങളും അനുസരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ബിംബങ്ങളല്ലല്ലോ ആരാധിക്കുന്നത്, ഞങ്ങൾ അമ്പിയൗലാക്കന്മാരെ, ഞങ്ങൾ ബിംബങ്ങളോടല്ലല്ലോ സഹായം ചോദിക്കുന്നു, ഇസ്തിഹാസത്തിന് തൗസീർ ചെയ്യുന്നത്, അവരോട് അല്ലല്ലോ ഞങ്ങൾ പാപം തേടുന്നത്, അമ്പിയൗലാക്കന്മാരോടല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബിംബങ്ങൾക്ക് അവതരിപ്പിക്കാത്ത ആയത്തുകൾ നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ ഓതുന്നു? ബിംബങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, എന്ത് സൂര്യനെ ആരാധിക്കുന്നവർ തന്നെ, അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുന്നവർ തന്നെ, അത് പിന്നിലൊരു ദേവത ഉണ്ട്. കല്ലുകൾ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ ചില പ്രവാചകന്മാരുടെ മഹാന്മാരുടെ രൂപത്തിൽ അവരോടാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുന്നു. ആ മനസ്സിലുള്ള ഒരു ഉറപ്പ് കിട്ടാൻ, കണക്ഷൻ കിട്ടാനായിരുന്നു അവരങ്ങ് ചെയ്തിരുന്നത്. എന്നാൽ കല്ലിനോടല്ല ചോദിച്ചിരുന്നത്. ആ കല്ലിനെ ആര് പ്രതിനിധീകരിക്കുന്നുവോ ആ പ്രതിനിധീകരിക്കുന്ന മഹാൻ, അവരോടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, സങ്കടം പറഞ്ഞിരുന്നത്, ശുപാർശക്കാരെ വെച്ചിരുന്നത് എന്നല്ലാതെ കല്ലുകളോടല്ല. അപ്പം അത്തരത്തിൽ ആയത്തുകളൊക്കെ ആർക്കാണ്? നമുക്കും എല്ലാവർക്കും ബാധകമാണ്. അതെന്താവുന്നു? ആരാധനകളാവുന്നു. ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു മാത്രമേ ആരാധിക്കാവൂ. അങ്ങനെ അവർ ആരാധിക്കാത്ത കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ഒരു ധാരാളം സമൂഹത്തെ നശിപ്പിച്ചതായി ഖുർആൻ നമുക്ക് എടുത്തുദ്ധരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു അതിൽ നിങ്ങൾക്കുണ്ട് ഒരു പാഠമുണ്ട്. അപ്പം ആ പാഠം എന്താണ്? നമുക്കും ഖിയാമത്ത് നാൾ വരെ എല്ലാവർക്കും ആരാധനകൾ ഒക്കെ അള്ളാഹുവിനായിരിക്കും അർപ്പിക്കേണ്ടത്. മനുഷ്യ സാധാരണമായ മനുഷ്യ സഹായാഭ്യർത്ഥനകൾ അത് അതിൽ ഉൾപ്പെടുകയില്ല. അല്ലാത്തത് വൈബിയ നിനക്ക് സഹായാഭ്യർത്ഥനകൾ അതൊക്കെ ആരാധനയാകുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന അർപ്പിക്കേണ്ടത്. അതിന് മറ്റൊരു പേരിട്ടുകൊണ്ട് ഇസ്തിഹാസ എന്നോ അല്ലെങ്കിൽ തവസ്സൽ എന്നോ മറ്റൊരു പേരിടുക. അതുകൊണ്ട് എന്തില്ല, ഹറാമായ കാര്യങ്ങൾ നമുക്ക് ഹലാലാകുന്നില്ല. ഇപ്പം വിചാരം എന്താവുന്നു? ഹറാമായ കാര്യമാണ്. അപ്പോൾ അത് പരസ്പര സഹായാഭ്യർത്ഥനയാണല്ലോ അത് എന്ന് മറ്റൊരു പേരിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഞങ്ങൾ പരസ്പര സഹായാഭ്യർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ആ വ്യഭിചാരം നമുക്ക് ഹലാലാവുന്നില്ലല്ലോ. എന്ന പോലെ തന്നെ ഇസ്തിഹാസ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അമ്പിയൗലാക്കന്മാരോട്, അത് ഇസ്തിഹാസ എന്ന് പേരിട്ടാൽ അമ്മങ്ങുന്നില്ല, അത് ഹലാലാവുന്നില്ല. അതിന് തെളിവായും കൊണ്ട് പരസ്പര സഹായാഭ്യർത്ഥനകൾ പറയും ചെയ്യുക. അല്ല, പരസ്പര സഹായാഭ്യർത്ഥന നമുക്ക് ഹറാമായ കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടു, ഹലാലായ കാര്യങ്ങൾ എന്ത് ചെയ്തു? അനുവദിക്കപ്പെട്ടു. എന്നല്ലാതെ അത് ഇതിങ്ങോട്ട് തെളിവ് പറയാൻ പറ്റുമില്ല. നബി സാഹിബത്ത് അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പം അത്ര കാര്യങ്ങൾ എന്താവുന്നു? നബി സാഹിബത്തിന് നമുക്ക് കാണിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ള ബിദഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്ന കാര്യങ്ങൾ സുന്നത്ത്. ആ സുന്നത്തിന് വിപരീതമാണ് ബിദഅത്ത്. ബിദഅത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവരുടെ അമലുകളൊന്നും സ്വീകരിക്കില്ല. അതേപോലെ തന്നെ അത്തരത്തിൽ ചില ബിദഅത്തുകളൊക്കെ തന്നെ അധികം ശിർക്കിൽ എത്തിപ്പെടുന്നതാണ്. ശിർക്കോട് ബഹുമാനപ്പെട്ടാലോ സുഖത്തിൽ പ്രവേശിക്കുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ മുഖേന എന്ത് ചെയ്തു? അള്ളാഹു തആല എല്ലാ മനുഷ്യർക്കും ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും സ്വീകരിക്കാത്തത് കൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. ഇനി നിങ്ങളും അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളെയും നശിപ്പിക്കപ്പെടും. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് താക്കീതാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആയത്തുകൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ഊതി കേൾപ്പിക്കണം. അതോടുകൂടി അതിനോട് അനുബന്ധമായി വിശീലമായി നൽകിയിട്ടുള്ള ഹദീസുകളും നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വളരെയധികം കാര്യങ്ങൾ ഇന്നും വിശദമായി പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ നിർത്താം. നമുക്ക് ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ മലായികതി വഖരീനുഹു മിനൽ ജിന്ന്. ശേഷം ആ ഹദീസിൻ്റെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾക്ക് ആവശ്യമായ ഒരു സന്ദർഭത്തിലേക്കാണ് കാര്യത്തിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്, സാന്ദർഭികമായി പറയേണ്ടത്. അതായത് നമ്മളിൽപ്പെട്ട ഓരോ മനുഷ്യന്മാർക്കും അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. ഹദീസാണല്ലോ, അല്ലാഹു എല്ലാ ആശയമൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അല്ലാഹു തആല പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്ത്? മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും ഇല്ല, ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ മലായികതി, മലക്കുകളിൽപ്പെട്ട ഒരു ഖരീൻ, ഒരു സ്നേഹിതൻ, ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് പെട്ട ഓരോരുത്തർക്കും നിയോഗിക്കപ്പെട്ടിട്ടില്ലാതില്ലാതെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏവർക്കും എന്തുണ്ട്? ഒരു മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിൽ സദാ ഉണ്ടായിരിക്കൊണ്ടൊരു മലക്കുണ്ടായിരിക്കും. ആ മലക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ
ചെയ്തു വരും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ല നല്ല വിചാരങ്ങൾ മലക്കിൻ്റെതായിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ചിന്തകൾ ഓർമ്മകളൊക്കെ ഉണ്ടാക്കി തരും മലക്കാണ്. ചീത്ത കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി ആ മലക്ക് നമ്മളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കും, മനസ്സിനുള്ളിൽ ഉണ്ടാക്കി തരും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ്. അത് പറയാനാണ് ഇക്കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നത്. വഖാരിനുഹു മിനൽ ജിന്ന്, ജിന്നിൽ നിന്നും ഒരു കൂട്ടുകാരനും അല്ലാഹു തആല നിങ്ങൾക്ക് ഏവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഉണ്ട്. എൻ്റെ ജിന്ന് എന്തായാലും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അത് എന്നെ ഉപദ്രവിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമാണ് ശേഷമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ കാര്യം ഓർക്കുക. നമുക്ക് എന്ത് ചെയ്യുക, ആ ജിന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചീത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നല്ലതാണ്, ചെയ്തോ. അതിനെ പോലെ തന്നെ നല്ല കാര്യങ്ങൾ മുടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് കാലഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നത്, ആദ്യം നബി ഇസ്ലാമിൻ്റെ ആ ചരിത്രം നോക്കുക. എന്ത് ചെയ്തു, അത് തിന്നരുത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. എന്ത് ചെയ്തു, ആദ്യ നബി ഇസ്ലാം അത് തിന്നു ഖേദിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, കാരണം ഉണ്ടായത് മറന്നുപോയി, മറപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് ആ കൽപ്പന മറപ്പിച്ചു കഴിഞ്ഞു. നമ്മളുമൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ചില സന്ദർഭത്തിൽ മറന്നുപോകും, മറപ്പിച്ച് കളയും പിശാചി നമ്മളെ. ആ ഒരു ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ടോ നമസ്കരിക്കത്തിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ പോലും പിന്നീട് എന്ത് ചെയ്യുന്നു, അവൻ ആ കാര്യം മറപ്പിച്ചാൽ മറ്റൊരു കാര്യത്തിൽ നമുക്ക് കൊണ്ടുപോകും, അന്യചിന്തയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പല കാര്യങ്ങളും ഇതിലേക്കും കൊണ്ടുപോകുന്ന ഒരു ശക്തി നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിലുണ്ട്, നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ പിശാചിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്ന ശൈത്താൻ യജ്രി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും, മിനൽ ഇൻസാനി, മനുഷ്യരിൽ, മജ്റദം, രക്തം സഞ്ചരിച്ചു കൊടുക്കുന്നതോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ പിശാചിനെ, ആ ചെകുത്താനെ നമുക്ക് എന്താ പറ്റൂല, കൊതു ഇരിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഈച്ച ഇരിക്കുന്ന മാതിരിയോ ഒന്നും അല്ല. അത് കൊതു ഈച്ചയൊക്കെ പുറത്തേ ഇരിക്കുന്നുണ്ട്, അത് നാട്ടിൽ കഴിഞ്ഞാൽ പോവും. എന്നല്ലാണ്ട് വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിശാചിനെ നമുക്ക് അടിച്ചു പൊഴിക്കാൻ സാധിക്കൂല. അത് പറയാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അടിച്ചിറക്കുക ഒരു സമ്പ്രദായം നബി സാഹിബത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അത് നമ്മൾ ഓർക്കുക. ജിന്ന് കയറിയിട്ടെങ്കിൽ അടിച്ചിറക്കുന്ന സമ്പ്രദായം, അതിന് കേന്ദ്രങ്ങൾ, അതൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ജിന്നിൽ നിന്നും നമുക്ക് രക്ഷ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഖുർആനിലെ ആയത്തുകൾ ഓതാൻ, ആയത്തുൽ കുർസിയ്യത്ത്, അതേപോലെ തന്നെ അൽ ബഖറ ഇന്ന് ഓതുക, അവൻ പിശാചി വരൂല, അവൻ കൊടുക്കുക, അമ്മത്ത് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ആയത്തുകൾ ഹദീസുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമുക്കെന്തല്ല, ഒരു മനുഷ്യൻ ജിന്ന് കയറി എന്ന് നമ്മളെ സങ്കല്പിച്ചിങ്ങനെ അദ്ദേഹത്തിന് പോയി അടിച്ചുകൊണ്ട് ജിന്ന് ഇറക്കുന്ന സമ്പ്രദായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ ബിദ്അത്താണ്, വലാലത്താണ്. അങ്ങനെ അടിച്ചിറങ്ങിയാലേ അത് ഇറങ്ങൂല, പോവില്ല. കാരണം പേനൊക്കെ സ്ത്രീകളെ ശരീരത്തിൽ തലയിൽ ഇറങ്ങി മരിച്ചതിന് ശേഷമാണ്. എന്നമായി തന്നെ നമ്മുടെ ജീവനാൽ പോകുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ പിശാചി നമ്മളിൽ പോവുള്ളൂ. അത് അള്ളാഹ് ഏൽപ്പിച്ചതല്ലേ, അള്ളാഹ് ഏൽപ്പിച്ച് നമ്മളിങ്ങനെ അടിച്ചിങ്ങനെ പോവുക. അത് ഇന്നുള്ള സംരക്ഷണം അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകുക. എല്ലാ സന്ദർഭത്തിലും നമ്മളെ കൂടെ ഒരു പിശാചുണ്ട്, ആ പിശാച് നമ്മൾ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കും എന്ന ഒരു ബോധം. അതേപോലെ നമുക്കെന്ത്, ആ മനസ്സിലൊരു അതേപോലെ മലക്കും അല്ലാഹു തആല ഏൽപ്പിച്ചത് നല്ല കാര്യങ്ങളായിരിക്കും അവന് ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയാൻ ഏക മാർഗം എന്താണ്, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പഠിച്ചറിയുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. പണ്ഡിതന്മാരെ പിൻപറ്റിയാലും അത് പല അഭിപ്രായക്കാരാണ്. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും പണ്ഡിതന്മാർ തഫ്സീറായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അള്ളാഹു ആയാലും ചിലർ അടിയിൽ എഴുതി വെച്ചു. 5ഉം 6ഉം അഭിപ്രായങ്ങൾ തഫ്സീറുകൾ നമുക്ക് പിന്നാലെ കാണാം. അത് ഹദീസുകളൊന്നും ഇല്ലാത്ത നിലക്കുള്ള തഫ്സീറുകൾ പിന്നാലെ പോയാലും അപകടമാണ്. അതുകൊണ്ടാണ് നമുക്ക് പറ്റിയ വലിയ അപകടങ്ങൾ. പിന്നെ മറ്റൊന്ന് ബഗയം ബൈനഹും എന്ന പക, അത് എടുത്തു ഉദ്ധരിച്ച ഒരു കാര്യമാകുന്നു. അതും എന്ത് ചെയ്യുന്നു, അക്കാരണം. പിന്നെ അഹംഭാവം, കിബറ്, നേതാക്കന്മാരാകുക, പണ്ഡിതൻ വലിയ ആളുകളാകുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വിഷയത്തിലേക്ക് ഫാൻസുകളായി പല കക്ഷികളായി തിരിഞ്ഞു പോകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബോധവും മനസ്സിലാക്കി ഖുർആനും ഹദീസും പഠിച്ചറിയൽ അല്ലാതെ നമുക്ക് എന്തല്ല ഒരു രക്ഷയില്ലാതെ മനസ്സിലാക്കുക. നമ്മളെ പഠിച്ചറിയുക, നമ്മൾ സ്വന്തക്കാർ ബന്ധക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നബി സഹാബത്ത് ഏൽപ്പിച്ച മാർഗം തിരഞ്ഞെടുത്ത് അപ്രകാരം ജീവിച്ച് നരകാഗ്നി അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻതൽ മുസ്തആൻ വലക്കൽ ബലാഗ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اجرنا من النار اجر والدينا من النار. اللهم انا نسالك الجنه الفردوس ونستجيرك من النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.